ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഷണൽ യൂത്ത് ഡേ 12th ജാനുവരി ആണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദ ജയന്തിയാണ് അന്ന്. അതാണ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു വൺ ഓഫ് ഇന്ത്യസ് ഗ്രേറ്റസ്റ്റ് സ്പിരിച്വൽ ലീഡേഴ്സ്. This occasion honors Vivekananda's timeless ideals, inspiring youth to embrace values of self-belief, perseverance, and service to humanity while reflecting on their potential to shape a better future. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നാഷണൽ യൂത്ത് ഡേ 12th ജാനുവരിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SCCL ലോഞ്ചസ് പോസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സെൽ. അപ്പോൾ SCCL അതായത് സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ് അവർ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സെല്ല് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇൻ എ പീപ്പിൾ സെൻട്രിക് ഇനീഷ്യേറ്റീവ്, സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ്, a Chhattisgarh-based subsidiary of Coal India Limited, has achieved a significant milestone by launching a dedicated post-retirement benefit cell. This initiative underscores SCCL's commitment to ensuring the welfare and convenience of its retired employees. The post-retirement benefit cell, acting as a single window, consolidates various post-retirement services under one roof, streamlining the process of retired employees. Previously, retirees were required to liaise multiple departments such as personnel, finance and medical to address matters related to pensions, provident funds, medical facilities and others. This fragmented approach often resulted in delays, miscommunication and undue stress for the retirees. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ മോദി ഇനോഗ്രേറ്റ്സ് സെഡ്മോർ ടണൽ ഇൻ കശ്മീർ, കണക്റ്റിംഗ് സോനാമാർഗ് ഇയർ റൗണ്ട്. അപ്പോൾ സെഡ്മോർ ടണൽ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റഡ് ദ 6.5 കിലോമീറ്റർ സെഡ്മോർ ടണൽ ഇൻ സെൻട്രൽ കശ്മീർസ് ഗന്ദേർബാൽ ഡിസ്ട്രിക്റ്റ്, മേക്കിംഗ് ദ സോനാമാർഗ് ടൂറിസ്റ്റ് റിസോർട്ട് ആക്സസബിൾ ഇയർ റൗണ്ട്. The 6.5 kilometer long two-lane tunnel connecting Gagangir and Sonamarg in Ganderbal district was constructed at an expenditure exceeding 2,700 crore rupees. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. CDOT and IIT Mandi signs agreement for developing semiconductor chip of a wideband spectrum sensor for a dynamic spectrum access. CDOT and IIT Mandi സൈൻ ചെയ്തിരിക്കുകയാണ് എഗ്രിമെൻറ്റ് ഫോർ ഡെവലപ്പിംഗ് സെമി കണ്ടക്ടർ ചിപ്പ് ഓഫ് വൈഡ് ബാൻഡ് സ്പെക്ട്രം സെൻസർ ഫോർ ഡൈനമിക് സ്പെക്ട്രം ആക്സസിന് വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമാറ്റിക്സ്, ദ പ്രീമിയർ ടെലികോം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഹാസ് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാന്തി in collaboration with the Indian Institute of Technology Jammu for the development of a wideband spectrum sensor ASIC chip for enhancing the spectrum utilization. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Gautam Adani announces mega investment of 65,000 crore rupees in Chhattisgarh's energy and cement industries. അപ്പോൾ ഗൗതം അദാനി മെഗാ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് 65,000 കോടി രൂപയുടെ. അപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റ് ഗൗതം അദാനി അനൗൺസ്ഡ് എ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 65,000 crore rupees for the state. This investment aimed at expanding the Adani Group's energy and cement projects is expected to drive significant growth in the region.
Adani outlined plans to invest 60,000 crore rupees to expand groups of power plants in Raipur, Korba and Raigarh. This expansion will boost Chhattisgarh's total power generation capacity by an additional 6,120 megawatt. Furthermore, Adani committed 5,000 crore rupees for the development and expansion of groups of cement plants in state, aiming to enhance the cement manufacturing capabilities. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ദേവജിത്ത് സായ്ക്കിയ എലക്റ്റഡ് ആസ് BCCI സെക്രട്ടറി. പ്രബ്തേജ് സിംഗ് ഭാട്ടിയ ഈസ് ആ ട്രഷറർ. അപ്പോൾ ദേവജിത്ത് സായ്ക്കിയ BCCI സെക്രട്ടറി ആയിട്ട് എലക്റ്റ് ആയിരിക്കുകയാണ്. പ്രബ്തേജ് സിംഗ് ഭാട്ടിയ ട്രഷററായിട്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഫോർമർ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റർ ദേവജിത്ത് സായ്ക്കിയ ഹാസ് ബീൻ അനൗൺസ്ഡ് ആസ് ദ റിപ്ലേസ്മെൻറ്റ് ഓഫ് ജയ് ഷാ, who took over the role of ICC chairman last year as the new secretary of the Board of Control for Cricket in India during the special general meeting. On the other hand, Prabtej Singh Bhatia was elected as the treasurer of the Indian Cricket Board. Saikya is a former first-class cricketer having represented Assam in the 1990-91 season, scoring 53 runs in 4 matches. He brings with him experience in cricket administration, having been the BCCI Joint Secretary and Secretary of Assam Cricket Association. After the election of the former BCCI Secretary to the position of International Cricket Council, he was the acting interim secretary of BCCI. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ദേവജിത്ത് സായ്ക്കിയാണ് BCCI സെക്രട്ടറി ആയിട്ട് എലക്റ്റ് ആയിരിക്കുന്നത്. ട്രഷററായിട്ട് എലക്റ്റ് ആയിരിക്കുന്നത് പ്രബ്തേജ് സിംഗ് ഭാട്ടിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Bank of India seeks its first dollar loan for $400 million in over a decade. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഫസ്റ്റ് ഡോളർ ലോൺ സീക്ക് ചെയ്തിരിക്കുകയാണ്. $400 million ഒരു ഡിക്കേഡിന് ശേഷം, ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഇത് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് മാർക്കറ്റിംഗ് ഇറ്റ്സ് ഫസ്റ്റ് ഡോളർ സിൻഡിക്കേറ്റഡ് ലോൺ സിൻസ് 2012 ഓഫ് ആസ് മച്ച് ആസ് $400 million. The Indian lender is raising the loan, split into 3 and 5-year tranches through its branch located in Gujarat International Finance Tech City, India's newest financial hub. Bank of India joins a slew of other Indian borrowers seeking to raise foreign currency debt this year. Reliance Industries Limited is looking to borrow as much as $3 billion in what could be the largest loan from the country since 2023, while Shriram Finance Limited is planning to syndicate part of a $1.28 billion multi-currency social financing, the biggest ever offshore deal, from an Indian shadow lender. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഫസ്റ്റ് ഡോളർ ലോൺ ആഫ്റ്റർ 12 years ആണ് ഇപ്പോൾ അത് എടുക്കാൻ പോകുന്നത്. 2012 ഇതിന് മുമ്പ് ഡോളർ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ $400 million ലോണാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ്, Bank of Baroda to provide AI-driven support, Forex facility, ATMs and coin vending machines for Mahakumbh 2025. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ AI-driven സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഫോറക്സ് ഫെസിലിറ്റി, ATMs ആൻഡ് കോയിൻ വെൻഡിങ് മെഷീൻസ് ഫോർ മഹാകുംഭ് 2025. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. ആസ് ദ മഹാകുംഭ് മേള 2025 സെറ്റ്സ് ദ സ്റ്റേജ് ഫോർ ദ വേൾഡ്സ് ലാർജസ്റ്റ് പബ്ലിക് ഗ്യാതറിംഗ്. Bank of Baroda has announced setting up AI-driven customer support, full-fledged branches with forex transaction facilities in Prayagraj to facilitate the visitors. As the convener of the state-level bankers committee, Uttar Pradesh, Bank of Baroda is leveraging Mahakumbh to promote digital payments, offer AI-driven customer support and provide robust banking infrastructure. അതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Zepto gets NCLT approval to shift domicile back to India ahead of 2025 IPO. അപ്പോൾ സെപ്റ്റോന് NCLT, അതായത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് ടു ഷിഫ്റ്റ് ഡൊമിസൈൽ ബാക്ക് ടു ഇന്ത്യ അഹെഡ് ഓഫ് 2025 IPO. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം.
ഇന്ത്യാസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസസ് ടു 4-month low of 5.22% ഇൻ ഡിസംബർ. അപ്പോൾ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 4-month ലോ ആയിരിക്കുകയാണ്. കഴിഞ്ഞ 4 മാസത്തിലെ ലോ ആയിട്ട് 5.22% ആണ് ഡിസംബറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഒഡീഷ ബിക്കംസ് ദ 34th സ്റ്റേറ്റ് ടു ഇംപ്ലിമെൻറ്റ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സ്കീം. അപ്പോൾ ഒഡീഷ 34ാമത്തെ സ്റ്റേറ്റ് ആയിരിക്കുകയാണ് ടു ഇംപ്ലിമെൻറ്റ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന 34ാമത്തെ സ്റ്റേറ്റ് ആയിരിക്കുകയാണ് ഒഡീഷ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ സൈൻസ് ഹജ്ജ് അഗ്രിമെൻറ്റ് വിത്ത് സൗദി അറേബ്യ. കോട്ട സെറ്റ് അറ്റ് 1,75,025 പിൽഗ്രിംസ്. അപ്പോൾ ഇന്ത്യ ഹജ്ജ് എഗ്രിമെൻറ്റ് സൗദി അറേബ്യ ആയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. 1,75,025 പിൽഗ്രിംസിനാണ് കോട്ട സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ഇന്ത്യ സൈൻഡ് എ ഹജ്ജ് എഗ്രിമെൻറ്റ് വിത്ത് സൗദി അറേബ്യ ഫൈനലൈസിങ് എ കോട്ട ഓഫ് 1,75,025 പിൽഗ്രിംസ് ഫോർ ഇറ്റ് സെൽഫ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. IDBI Bank unveils Chiranjeevi Super Senior Citizen FD offers 8.5% interest. അപ്പോൾ IDBI ബാങ്ക് ചിരഞ്ജീവി സൂപ്പർ സീനിയർ സിറ്റിസൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് 8.5% ഇൻട്രസ്റ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 60 years above അല്ല, 80 years above ആയവർക്കാണ് ഈ 8.5 ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. IDBI Bank has introduced a new specialized fixed deposit scheme, IDBI Chiranjeevi Super Senior Citizen FD, targeting customers aged 80 years and above. The premium offering provides enhanced interest rates with an additional 65 basis points above standard fixed deposit rates and 15 basis points over existing senior citizen rates. The 555-day tenure under this scheme offers an interest rate of 8.05% per annum, making it one of the most competitive options in the market for super senior citizens. The bank has also introduced appealing rates for other tenure options, including 7.9% per annum for 375 days, 8% per annum for 444 days, and 7.85% per annum for 700 days. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇത് ലാസ്റ്റ് ന്യൂസാണ്, ഇന്നത്തെ വീഡിയോൻ്റെ ലാസ്റ്റ് ന്യൂസാണ്. സോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ക്യാൻ നൗ നെയിം അപ് ടു 10 നോമിനീസ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഇനി 10 നോമിനീസ് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇൻവെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു 10 നോമിനീസ് നിങ്ങൾക്ക് നോമിനീസിൻ്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. മാർക്കറ്റ് റെഗുലേറ്റർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഹാസ് അനൗൺസ്ഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ടു ദ നോമിനേഷൻ റൂൾസ് ഫോർ മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട്സ് എയിംഡ് അറ്റ് റെഡ്യൂസിംഗ് അൺക്ലെയിംഡ് assets and ensuring better management of investments, particularly in cases of illness or the death of an investor. SEBI has revised mutual fund nomination rules effective 1st March 2025. SEBI said that an investor can declare up to 10 persons as nominees in the demat account or mutual fund folio. However, the investor will need to declare nominee. It cannot be done by the power of attorney holders of the investor. The nominees can either continue as joint holders with other nominees or open separate single accounts or folios for their respective portions. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് നോമിനിക്ക്, അതായത് പവർ ഓഫ് അറ്റോർണിക്കൊന്നും ഇതിന് നോമിനിയെ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാണോ അയാൾ തന്നെ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്താൽ മാത്രമേ 10 നോമിനിയെ ആരൊക്കെയാണ് എന്ന് തീരുമാനിക്കാൻ അയാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ പേജിലും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ഈ ഒരു പേജിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ഈ ന്യൂസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.